മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഹാലക്ഷ്മിയും കണ്ണനും കൂടി താഴേക്ക് വരുമ്പോൾ ഉണ്ണിയും കരുണയും ദുർഗയും കൂടിയിട്ട് ഇങ്ങനെ പറയുമായിരിക്കും കേട്ടോ. കണ്ണനെയും മഹാലക്ഷ്മിയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക മോനെ എന്നിങ്ങനെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടാണ് കണ്ണനും മഹിയും വരുന്നത്. കൈ കൊട്ടുകയാണ് കേട്ടോ. കണ്ണൻ എങ്ങനെ തന്നെ വേണ്ടത്, അമ്മ മകനോട് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഞാൻ എന്താ മോനെ പറഞ്ഞു കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കും. അതേസമയം മഹാലക്ഷ്മിക്കാകെ ദേഷ്യം വന്നിട്ട് മഹാലക്ഷ്മി ഉണ്ണിയോട് പറയും, അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്തുമാത്രം തിരിമറിയാണ് നടന്നിരിക്കുന്നത് അറിയോ പിന്നെ കണ്ണേട്ട, ഇവനും വാമേട്ടനും കൂടിയിട്ട് അമ്മാവനും കൂടിയിട്ട് എന്തെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് അതിനു മുമ്പ് പറയുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്. അതിനുശേഷം കണ്ണൻ വന്നിട്ട് പറയും, ഇനി മേലിൽ നീ അവിടേക്ക് ജോലിക്ക് പോകണ്ട, നിൻ്റെ സേവനം മതി, നീ ജോലിക്ക് ഇനി അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ കരുണയും ഉണ്ണി ആകെ പകച്ചു പോകുകയാണ് കേട്ടോ. ആകെ ഉള്ളത് അവിടെ ജോലിക്ക് പോകുന്നതാണ് ഒരു ആശ്വാസം കരുണയ്ക്ക്. അതിലാണ് തുച്ഛമായി എന്തെങ്കിലും പൈസ കിട്ടുന്നതും കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതേപോലെ തന്നെ വാമദേവൻ അവിടെ ഒരുപാട് തട്ടിപ്പ് നടത്തുന്നുമുണ്ട്. ഉണ്ണി ഒന്നും പറയില്ല കേട്ടോ. ഉണ്ണി ഒന്നും പറയാതെ ദുർഗ കടിച്ചു കയറുന്നുണ്ട്. എടാ, നീ ഞങ്ങളെ ഇവളുടെ വർത്തമാനം കേട്ട് നീ ഞങ്ങളെ ചതിക്കാനാണോ തീരുമാനം? ഞങ്ങളെ നീ ഇവിടെ നിന്ന് ഇറക്കി പറഞ്ഞയക്കുമോ എന്നെല്ലാം അങ്ങനെ ദുർഗ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കൂടുതലൊന്നും വർത്തമാനം പറയുന്നില്ല, ഞാനിനി പറഞ്ഞു നിങ്ങൾക്ക് അനുസരിക്കാമെന്ന് കണ്ണൻ പറയാണ് കേട്ടോ. ഇനി മേലിൽ ഉണ്ണി അങ്ങോട്ട് ജോലിക്ക് പോവണ്ട, തീർത്ത് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന കരുണയ്ക്ക് അങ്ങനെ കരി വരികയാണ് കേട്ടോ. അതിനുശേഷം ഉണ്ണി മഹാലക്ഷ്മിയും കണ്ണനും പോവുകയാണ്. ഉണ്ണി ഇങ്ങനെ ദുർഗയോട് പറയണം, അമ്മ ഇവർ രണ്ടുപേരും കൽപ്പിച്ചിട്ടാണ് തീരുമാനം, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, അവർ രണ്ടുപേരെ ഇല്ലാതാക്കാം, ജയിലിൽ പോയി കിടന്നാലും ബാക്കിയുള്ളവർ നന്നായി ജീവിക്കുമല്ലോ എന്നിങ്ങനെ ഉണ്ണി ദുർഗയോട് പറയാൻ കേട്ടോ. മോനെ, നീ അത് ചെയ്യണ്ട, അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ നിന്നാലും നമുക്ക് തന്നെയാണ് തിരിച്ചടി വരുന്നത്. ഇപ്പം അമ്മാവൻ കണ്ടില്ലേ കിടക്കുന്നത് ആശുപത്രിയിൽ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം മഞ്ജു മേഘൻ്റെ അവിടെ നിന്ന് വരികയാണ്. ഇനി എന്തായാലും മേഘൻ്റെ കൂടെ വിരിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം താലിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് മഞ്ജു വരികയാണ് കേട്ടോ. സാഗറെ വിളിച്ചിട്ട് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് അവർ മീറ്റ് ചെയ്യണം. അതേസമയം സാഗറോട് മഞ്ജു ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്ര പെട്ടെന്ന് വരുന്നു സാഗർ വിചാരിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാഗറിന് മഞ്ജു വന്നതിലൊരു സന്തോഷമേ ഇല്ല കേട്ടോ. സാഗർ ആകെ ഒന്നും പ്രതികരിക്കുന്നില്ല. അത് കാണുമ്പോൾ മഞ്ജു ആകെ പേടിച്ചു പോകുകയാണ് കേട്ടോ. അവിടുന്ന് മേഘൻ്റെ നിന്ന് വഴക്കും കൂടി വന്നു സാഗർ ചതിക്കുകയാണോ എന്ന് മഞ്ജുവിനൊരു സംശയം തോന്നുന്നു. സാഗർ ശരിക്കും മഞ്ജുവിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്.